MT തിരക്കഥ എഴുതുന്ന വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു മുറിയിൽ നിന്ന് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. അയാൾ കൈ നീട്ടി. ഞാൻ ഷെയ്ക്കൻ ചെയ്തു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാനിതിൽ അഭിനയിക്കാൻ വന്നതാ, പേര് മമ്മൂട്ടി. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്, മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. എവിടൊക്കെ മലയാളികളുണ്ടോ അവർക്കെല്ലാം അവരുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടി. മമ്മൂട്ടി ഈസ് എ വെരി ടാലന്റഡ് ആക്ടർ. இன்னொரு ஆக்டிங்கே நான் ஒரு மாஸ்டர்னு பார்த்தது வந்து மம்முட்டி தான். ഒരു വോയിസ് കൺട്രോൾ ആണ്, വോയിസ് മോഡുലേഷൻ ആണ്. What do you think I am? മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ. എന്റെ മകനെ, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. മോഹങ്ങളൊക്കെ ഇപ്പോഴും പ്രാരാബ്ധപ്പെട്ടില്ല. നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്. എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? എന്താ നീ പറഞ്ഞേ? അതിന് മാത്രം എന്താ ഉണ്ടായേ? എന്റെ കൈകളാണെന്നും തൊട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി കാണും. കരയണ്ടോ? ഇത് കരയണം, ഞാൻ കേൾക്കുന്നുണ്ട്. വേണ്ട പറയില്ല, എനിക്ക് കാണണ്ട. എനിക്കത് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞാനവൾ. ആ പെൺകുട്ടി ഇത്ര ഇല്ലാത്ത മോളെ കടിച്ചു കീറി ചെന്നിട്ട് ചെന്നായി നായിട്ട് മോൻ കൊണ്ട് ഞാൻ എങ്ങനെ വേണ്ടി. എനിക്ക് അവൾ ജീവനായിരുന്നു. അവൾ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മോളായിരുന്നു, എന്റെ അമ്മയായിരുന്നു. അമ്മയും ഭാര്യയും പെങ്ങളും കുഞ്ഞുമൊക്കെ പെണ്ണാ സാറേ, ഒരുത്തരം പറഞ്ഞിട്ടില്ല. നിയമം ചിലപ്പോൾ എന്നെ വെറുതെ വിട്ടേക്കാം. ആയിരങ്ങൾക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം. ഒരിക്കലും പറയരുത്, ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് നടക്കണ്ട്. എന്റേതല്ല, ഈശ്വരന്റെ. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല. ഏതാനും ദിവസങ്ങൾ നിന്റെ മോനെ പിരിഞ്ഞിരുന്നപ്പോ നീ അനുഭവിച്ച വേദന കഴിഞ്ഞ 17 വർഷങ്ങളായി ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും പറയാ ഭാഷക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്തില്ല. എന്തിനാ അമ്മക്കാരെ ഒറ്റപ്പെടും അല്ലേ? ആരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും പോയി അല്ലേ? മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. திரும்பவும் சொல்லுகிறேன், மம்மூட்டி சிறந்த நடிகர்.